പലർക്കുമുള്ള സംശയമാണ് GST ഓഫ്ലൈൻ ടൂൾ എങ്ങനെയാണ് യൂസ് ചെയ്യാന്ന്. ഇതിനടുത്ത് കുറെ പേര് അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഇപ്പോൾ ചെറിയ ചെറിയ എൻട്രീസ് ഒക്കെ ആണെങ്കിൽ GSTR റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ മാനുവലി നിങ്ങൾക്ക് പ്രിപ്പയർ ഓൺലൈൻ കൊടുത്തിട്ട് മാനുവലി എൻറ്റർ ചെയ്യാം. പക്ഷെ വലിയ വലിയ എൻട്രീസ് ലൈക്ക് മോർ ദാൻ 100-200 ഇൻവോയ്സ് ഒക്കെ വരുമ്പോൾ അത് മാനുവലി ഓൺലൈനിൽ നിങ്ങൾക്ക് ഓരോരോ ഇൻവോയ്സ് ആയിട്ട് എൻറ്റർ ചെയ്യാൻ ഭയങ്കര ടൈം എടുക്കും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ടൈമിൽ നിങ്ങൾക്ക് GST ഓഫ്ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഒന്നിച്ച് ഡേറ്റാസ് നിങ്ങൾക്ക് എക്സലിൽ എക്സ്പോർട്ട് ചെയ്ത്, ഇപ്പൊ ടാലിയിലായാലും ഏതിലായാലും ഏത് സോഫ്റ്റ്വെയറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്തെടുത്തിട്ട് ഈ ഓഫ്ലൈൻ ടൂൾസ് അതിനെ എൻ്റർ ചെയ്ത് JSON ഫയലിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇതിൽ കൊടുക്കാവുന്നതാണ്. അതെങ്ങനെയാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചു തരാം. ഹായ്, ഞാൻ അഖില, GST പ്രാക്ടീഷണർ ആണ്. ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ GSTയുടെ ഗവൺമെന്റ് പോർട്ടൽ ഓപ്പൺ ചെയ്യുക. അതായത് gst.gov.in എന്ന പോർട്ടൽ ഓപ്പൺ ചെയ്യുക. ആ പോർട്ടൽ ഇതുപോലെയാണ് കാണുക. അതിൽ ഡൗൺലോഡ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ആ ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്ത ഓഫ്ലൈൻ ടൂൾസിനൊരു ഓപ്ഷൻ കാണാം. ആ ഓഫ്ലൈൻ ടൂൾസിൽ താഴെ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് റിട്ടേൺ ഓഫ്ലൈൻ ടൂൾ എന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി കിട്ടും. അതിൽ ഈ ഡൗൺലോഡിന് ബ്ലൂ കളറിൽ ഒരു ലിങ്ക് കാണും. ആ ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ടാബ് ഓപ്പൺ ആയി കിട്ടും. ആർ യു ഷുവർ യു വാണ്ട് ടു ഡൗൺലോഡ് ദിസ് യൂട്ടിലിറ്റി? അതിപ്പോൾ പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് എവിടെയാണോ സേവ് ചെയ്യാനുള്ളത് ആ ഓപ്ഷൻ നിങ്ങൾക്ക് അതിൽ കാണിക്കും. അതായത് നിങ്ങൾ ഇപ്പോൾ സെറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കാണിക്കും, അല്ലെങ്കിൽ ഡൗൺലോഡ്സ് എന്ന ഫോൾഡറിൽ അത് ഡൗൺലോഡ് ആയിട്ട് കിട്ടും. ഇതിപ്പോൾ സിപ്പ് ഫോൾഡറിലായിരിക്കും അവൈലബിൾ ആയിരിക്കുക. GST ഓഫ്ലൈൻ ടൂൾ ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതെങ്ങനെ ഇതാക്കാന്ന് വെച്ചാൽ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ആക്കാൻ പറ്റും. എവിടേക്കാണോ നിങ്ങൾക്ക് ഏത് ഫോൾഡറിലേക്കാണോ ചെയ്യേണ്ടത്, ഇപ്പൊ നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ബ്രൗസ് ചെയ്ത് അത് ഏതിലാണ് ഇപ്പൊ ഡൗൺലോഡ്സ് ഉണ്ടെങ്കിൽ ഡൗൺലോഡ്സ് അതേ ഫോൾഡറിൽ തന്നെ എക്സ്ട്രാക്ട് ആയിട്ട് അൺസിപ്പ് ആയി കിട്ടും. ഇല്ല നിങ്ങൾക്ക് പെർട്ടിക്കുലർ ആയിട്ട് ഏതെങ്കിലും ഫോൾഡറിലേക്ക് വേണമെങ്കിൽ അതിൽ ബ്രൗസ് ചെയ്തിട്ട് ഏത് ഫോൾഡറിലേക്കാണ് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് ആ ഫോൾഡറിലേക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. GST ഓഫ്ലൈൻ ടൂലിന്റെ ഒരു ഇത് കിട്ടും, ഒരു ഫോൾഡർ കിട്ടും. ഈ ഫോൾഡർ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് അതിൽ കാണാൻ കിട്ടുക. അതിൽ ഈ GST ഓഫ്ലൈൻ ടൂലിന് ഞാനിപ്പോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഡബിൾ ടാപ്പ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. ഡു യു വാണ്ട് ടു അലോ ദിസ് ആപ്പ് ടു മേക്ക് ചേഞ്ചസ് ഇൻ യുവർ സിസ്റ്റം, ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും. അപ്പൊ അതിന് യെസ് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇങ്ങനെ ഒരു വിൻഡോ കാണിക്കും, ഒരു വിൻഡോ പോപ്പപ്പ് ആയിട്ട് കിട്ടും. അതിൽ നെക്സ്റ്റ് കൊടുക്കുക. ഓഫ്ലൈൻ ടൂല് ഇൻസ്റ്റാൾ ചെയ്യണോ എന്നുള്ള ഓപ്ഷൻ ആണ്, അതിന് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ക്രിയേറ്റ് ഷോർട്ട് കട്ട് ഓൺ ഡെസ്ക്ടോപ്പ്, അത് ഡിഫോൾട്ട് ആയിട്ട് വരും. ഡിഫോൾട്ട് ആയിട്ട് അത് സെലക്ട് ആയിട്ടുണ്ടാവും. ഡെസ്ക്ടോപ്പിൽ ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്യണമെന്നാണ്, അത് ഡിഫോൾട്ട് ആയിട്ട് സെലക്ട് ആയിട്ടുണ്ടാവും. പിന്നെ നെക്സ്റ്റ് കൊടുത്താൽ അത് ഇൻസ്റ്റലേഷൻ പ്രോസസ് സ്റ്റാർട്ട് ആവും. GST ഓഫ്ലൈൻ ടൂൾ അത് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ തന്നെ അതിന്റെ ഷോർട്ട് കട്ട് കാണാം. അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് GST ഓഫ്ലൈൻ ടൂൾ ഓപ്പൺ ചെയ്യാം. ഇൻസ്റ്റലേഷൻ ആയി കഴിഞ്ഞാൽ അതിൽ ഫിനിഷ് ഒരു ഓപ്ഷൻ കാണാം, അത് ഫിനിഷ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ CSV, ഇതിലാണ് നേരത്തെ കാണിച്ച സെക്ഷൻ വൈസ് CSV ഫയൽസിനുള്ള ഓപ്ഷൻ ടോപ്പിൽ കാണും. അത് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ കാണും. GSTR1 ആൻഡ് GSTR2 എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫയൽസ് കാണും. അതിൽ GSTR1 സെലക്ട് ചെയ്യാം. ഇതുപോലെ കുറെ ഫയൽസ് എക്സൽ ഫോർമാറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. B2B, പിന്നെ CDNR, അതായത് ക്രെഡിറ്റ് നോട്ടിന്റെ CDNR പറയുന്നത് ക്രെഡിറ്റ് നോട്ട് അമെൻമെന്റ്, പിന്നെ B2B അമെൻമെന്റിന്റെ, അങ്ങനെ കുറെ ഫോൾഡർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇത് നിങ്ങൾ ടാലിയിലാണ് ചെയ്യുന്നതെങ്കിൽ ടാലിനെ എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്താൽ അതിൽ ഓരോരോ ഷീറ്റ് വൈസ് ആയിരിക്കും ഇത് കാണിക്കുക. ഇപ്പൊ ഫസ്റ്റ് ഷീറ്റിൽ B2B ഉണ്ടാവും, അത് ഓരോരോ ഷീറ്റായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക. അതിൽ എന്തൊക്കെയാണ് ഡേറ്റാസ് ഉള്ളത് അത് ഓരോന്നായിട്ട് ഇതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഞാൻ എക്സാമ്പിളിന് B2Bന്റെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അത് ഇങ്ങനെ ആയിരിക്കും കാണുക. ഇതിൽ ഇപ്പൊ കുറച്ച് സാമ്പിൾ ഡേറ്റാസ് അവൈലബിൾ ആയിരിക്കും ഓരോരോ ഫോൾഡറിൽ. ഇതിൽ കാണിച്ചിരിക്കുന്ന അതേ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും നിങ്ങൾ എൻറ്റർ ചെയ്യേണ്ടത്. അതിൽ ഡേറ്റിന്റെ ഫോർമാറ്റോ വേറെ എന്തെങ്കിലും ഫോർമാറ്റോ ചേഞ്ച് ആയാൽ അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ JSON ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് എടുക്കില്ല.
പിന്നെ വാലിഡേഷനും ഫെയിൽ ആവും. ഇതിൽ എന്ത് ഫോർമാറ്റ് ആണോ കാണിച്ചിരിക്കുന്നത്, ഫോണ്ട് സൈസ്, സ്റ്റൈലും തൊട്ട് എല്ലാം, ഡേറ്റിന്റെ ഇത് ഫോർമാറ്റ് എല്ലാം ഇതിൽ കാണിച്ചിരിക്കുന്ന അതേപോലെയാണ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഫോർമാറ്റ് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ് സാമ്പിൾ. ഇപ്പൊ ഓരോന്നിലും നിങ്ങൾ ഇതിൽ B2B, B2C, CDNR എന്തൊക്കെയാണോ ഇത് ഉള്ളത് അതെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഓരോന്നിലും അതിന്റെ സാമ്പിൾ കാണാം. അതേപോലെയുള്ളത് നിങ്ങൾക്ക് ടാലിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ളത് ടാലിയിൽ ഓരോ ഷീറ്റായിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കാം. അതായത് B2B ഉണ്ടാവും, പിന്നെ CDNR ആണ്. ചിലയിൽ CDNR ഉണ്ടാവില്ല, ക്രെഡിറ്റ് നോട്ട് ഒന്ന് സെയിൽസ് റിട്ടേൺ ഇല്ലെങ്കിൽ അത് ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അത് വേണ്ട. ഏതൊക്കെയാണോ ചിലപ്പോൾ B2C ഉണ്ടാവും, അത് ഏതൊക്കെയാണോ ഉണ്ട് ഓരോന്നായിട്ട് എടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫോൾഡറിൽ സേവ് ചെയ്ത് വെക്കാം. എന്നിട്ട് GST ആപ്ലിക്കേഷൻ എങ്ങനെ റൺ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഡെസ്ക്ടോപ്പിൽ ഇതുപോലെ ഒരു ഐക്കോൺ കാണാം, അതാണ് GSTയുടെ ആപ്ലിക്കേഷൻ. അത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് കാണും. അതില് ഈ ഫസ്റ്റ് വൺ അപ്ലോഡ് ന്യൂ ഇൻവോയ്സ് അതർ ദാൻ ഡേറ്റ ഫോർ റീഫണ്ട് താഴെ ന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ന്യൂ ടാബ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി കിട്ടും. ഇതില് GST സ്റ്റേറ്റ്മെന്റ് റിട്ടേൺ GSTR 1 ഡിഫോൾട്ട് ആയിട്ട് സെലക്ട് ആയിട്ടുണ്ടാവും. സെക്കൻഡ് ടാബില് സെക്കൻഡ് ബോക്സിൽ GST ഓഫ് സപ്ലയറുടെ GST നമ്പർ എന്താണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്യുക. പിന്നെ ടാക്സ് പീരിയഡ് ഏതാണോ, ഏത് മന്തിലത്തെയാണോ അത് സെലക്ട് ചെയ്യുക. പിന്നെ ഈ SEZ ടാക്സ് പെയർ SEZ ാണ് ഉള്ളതെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ ടാക്സ് പെയർ ക്വാർട്ടർലി ഫയലർ ആണ്, ക്വാർട്ടർലി ഇപ്പൊ മന്ത്ലി റിട്ടേൺ ആണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ നോ കൊടുക്കുക. ക്വാർട്ടർലി റിട്ടേൺ ആണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ എസ് കൊടുക്കുക. അപ്പോൾ ഈ ക്വാർട്ടർലി റിട്ടേൺ ഫയലിംഗ് നോന്ന് കൊടുത്താൽ ഒരു ഓപ്ഷൻ കൂടി കിട്ടും. അതായത് ഈ ടാക്സ് പേയറിന്റെ അഗ്രിഗേറ്റ് ടേൺ ഓവർ 5 crore കൂടുതലാണോ എന്നുള്ളത് ഒരു ഇതും കൂടി കിട്ടും. അപ്പൊ അത് 5 crore കൂടുതലാണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്തിട്ട് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്താണെന്ന് കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട്. അതിനെ പറ്റി ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് റെഫർ ചെയ്ത് നോക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ അതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേറൊരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഷോർട്ട് വീഡിയോയില് ലെസ് ദാൻ 1 minute ഞങ്ങൾക്ക് ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ബ്രീഫായിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിൽ മെയിൻ കണ്ടന്റ് എന്തൊക്കെയാണോ കവർ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്തിട്ട് ഞാൻ അഗ്രിഗേറ്റ് ടേൺ ഓവറിനെ പറ്റി ഒരു ഷോർട്ട് വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് റെഫർ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇൻ കേസ് മനസ്സിലായിട്ടില്ലെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ അതിനെ പറ്റി ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ ഇടാം. ഇപ്പൊ ഇതിൽ പ്രൊസീഡ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വാർണിംഗ് പേജ് ഓപ്പൺ ആയി കിട്ടും. അതിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. കറക്റ്റ് ആണെങ്കിൽ എസ് കൊടുക്കുക. ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി കിട്ടും. പിന്നെ നിങ്ങൾ നേരത്തെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് CSV നിന്ന് നിങ്ങൾ എക്സലിൽ എന്തൊക്കെയാണോ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടുള്ളത് അത് ഓരോന്നായിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതിന്റെ ഫസ്റ്റ് ടാബിൽ ഇമ്പോർട്ട് ഫയൽസ് ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി കിട്ടും. അതിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ സെലക്ട് സെക്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും ഓപ്ഷൻസ് കാണാൻ പറ്റും. സെലക്ട് സെക്ഷൻ, അതായത് B2B ആണോ അതോ അമെൻഡഡ് B2B ഇൻവോയ്സ്, B2C സ്മോൾ, അമെൻഡഡ് B2C ലാർജ്, ഏതൊക്കെയാണ് നിങ്ങൾ ടാലിയിൽ നിന്ന് അതായത് അല്ലെങ്കിൽ വേറെ ഏത് സോഫ്റ്റ്വെയർ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്ത ഡീറ്റെയിൽസിൽ നിന്ന് എന്തൊക്കെയാണോ നിങ്ങൾ CSVയിലേക്ക് കോപ്പി ചെയ്ത ഡീറ്റെയിൽസ് ഉണ്ട് അതിൽ അത് ഏതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കും. ഇപ്പൊ B2Bന്റെ ഞാൻ എക്സാമ്പിൾ കാണിച്ചു, ആ B2B സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണും. നിങ്ങൾക്ക് നിങ്ങളുടെ പേജ് ഇതുപോലെ ആയിരിക്കും വരിക. അതിൽ ഇമ്പോർട്ട് CSV ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോൾഡർ ഓപ്പൺ ആയി കിട്ടും. അതിൽ നിന്ന് നിങ്ങൾ നെക്സ്റ്റ് ഏത് ഫോൾഡറിലാണോ സേവ് ചെയ്തിട്ടുണ്ടാവുക ആ പെർട്ടിക്കുലർ ഫോൾഡറിൽ നിന്ന് ആ B2B ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ B2B ഓപ്പൺ ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക. ഇതുപോലൊരു വാർണിംഗ് നിങ്ങൾക്ക് അപ്പോൾ കാണിക്കും. ആർ യു ഷുവർ യു വോണ്ട് ടു സേവ് ഡേറ്റ എന്ന്, അത് എസ് കൊടുത്താൽ പ്രോപ്പർ ആയിട്ട് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ കറക്റ്റ് ആയിട്ട് അതേ ഫോർമാറ്റിൽ ഒരു മിസ്റ്റേക്കും ഇല്ലാണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം ഡേറ്റ സേവ് സക്സസ്ഫുള്ളി പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കാണിക്കും, ഒരു ഗ്രീൻ കളർ ടിക്കും കാണിക്കും. ഇല്ല നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഇമ്പോർട്ട് ആവില്ല, അതിൽ ഇത് കാണിക്കും, എറർ കാണിക്കും. ഇപ്പൊ ഇതുപോലെയാണ് ഞാനൊരു സാമ്പിൾ എറർ കാണിച്ചു തരാം. സാമ്പിൾ എററിന്റെ സ്ക്രീൻഷോട്ട് ആണ്. ഡേറ്റ ഇൻവാലിഡ് B2B, ഇപ്പൊ ഞാൻ ഇതിൽ സെലക്ട് ചെയ്തത് B2B ഇൻവോയ്സ് ആണ് ഇത് സെക്ഷൻ സെലക്ട് ചെയ്തത്. പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്തത് B2Bന്റെ ആയിരുന്നില്ല, വേറൊരു B2Cന്റെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പൊ അതിന്റെ എററാണ് ഇപ്പൊ കാണിച്ചത്. ഇപ്പൊ അതേപോലെ ഏതെങ്കിലും ഇൻവാലിഡ് ആണ്, ഇപ്പൊ ഏതെങ്കിലും മാൻഡേറ്ററി ആയിട്ടുള്ള ഫീൽഡ് ബ്ലാങ്ക് കാണിക്കുക, അല്ലെങ്കിൽ ഡേറ്റ് ഫോർമാറ്റ് പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻവാലിഡ് എൻട്രീസ് നിങ്ങൾ ആ എക്സൽ ഷീറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എറർ കാണിക്കും.
അപ്പൊ അതിൽ നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ബാക്ക് ടു എക്സൽ ഷീറ്റ് നിങ്ങൾ എന്താണോ പ്രിപ്പയർ ചെയ്തിട്ട് അതിലേക്ക് പോയിട്ട് അതിൽ എന്താണോ മിസ്റ്റേക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് എറർ കറക്റ്റ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടി എൻറ്റർ ചെയ്ത് കൊടുക്കുക. അതാണ് അത് ശ്രദ്ധിച്ച് ചെയ്യണം. നിങ്ങൾ ഡേറ്റാസ് എൻറ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ എറർ വന്നുകൊണ്ടേയിരിക്കും. പ്രോപ്പർ ആയിട്ട് അതേ ഫോർമാറ്റിൽ ഒരു മിസ്റ്റേക്കും കൂടാതെ ഇപ്പൊ B2B ആണെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിന് നിങ്ങളുടെ ബയ്യറിന്റെ GSTIN പ്രോപ്പർ ആയിട്ട് കൊടുക്കണം. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് എറർ കാണിക്കും. അതൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് കൊടുക്കുമ്പോൾ ഡീറ്റെയിൽസ് ശ്രദ്ധിച്ച് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം. എന്നിട്ട് അതിനുശേഷം വ്യൂ സമ്മറി ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഡീറ്റെയിൽസ് ഉള്ളത് എല്ലാം. നെക്സ്റ്റ് B2C ആണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, B2C. പിന്നെ ഡോക്യുമെന്റ്സ് ഇഷ്യൂഡ് എന്തൊക്കെയാണ്, ഡോക്യുമെന്റ്സ് നമ്പർ, നിങ്ങൾ ഏതൊക്കെ ഇൻവോയ്സ് നമ്പർ ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്, ആ ഇൻവോയ്സ് നമ്പർ, ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്, അതില് പല വിധം ഉണ്ടാവും. എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത്, എക്സ്പോർട്ട് സെയിൽസ്, പിന്നെ ഇത് CDNR ഉണ്ടെങ്കിൽ അത്, അങ്ങനെ പല വിധത്തിലുള്ളത് ഡോക്യുമെന്റ് ഇഷ്യൂഡിലുണ്ടാവും. ആ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കാണിച്ചിരിക്കുന്നത് അത് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് എന്താണ്, നിങ്ങൾ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, എക്സംപ്റ്റഡ് ഡീറ്റെയിൽസ്, അത് ഇതിൽ നിൽ റേറ്റഡ് ഇൻവോയ്സിന് കാണാം. ആ നിൽ റേറ്റഡില് എക്സംഷൻ, ഇപ്പൊ എക്സംപ്റ്റഡ് സപ്ലൈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കാണിക്കുക. അങ്ങനെ പല ഇതുണ്ട്. എക്സ്പോർട്ട്, നിങ്ങൾ എന്തൊക്കെയാണോ ആ മന്ത്ലി സെയിൽസ് ചെയ്തിട്ടുള്ളത് അതെല്ലാം എയ്ച്ച് ആൻഡ് എവറിത്തിങ് ഇതിൽ കാണിക്കണം. എന്നിട്ട് എല്ലാം അപ്ലോഡ് ചെയ്തതിന് പ്രോപ്പർ ആയിട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം വ്യൂ സമ്മറിയിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി കിട്ടും. ഇപ്പൊ ഞാൻ ഇതില് വേറെ ഒന്നും ഇത് എൻറ്റർ ചെയ്യാത്തത് കൊണ്ട് ഇതുപോലെയാണ് കാണിച്ചിരിക്കുക. ഇപ്പൊ എനിക്ക് എന്റെ ക്ലയൻസിന്റെ ഡീറ്റെയിൽസ് ഇതിൽ ഷെയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോർട്ടൽ ഞാൻ യൂസ് ചെയ്തത്. അതുകൊണ്ട് റെക്കോർഡ്സ് ഒന്നും ഞാൻ ഇതിൽ എൻറ്റർ ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ വല്ല B2B കൊടുത്തിട്ട് ഞാൻ B2Cന്റെ ഇതാണ് കൊടുത്തത്. അപ്പൊ എറർ എങ്ങനെ വരുന്നതിന് കാണിച്ചു തന്നു. സോ ഇപ്പൊ ഇതിൽ നോ റെക്കോർഡ്സ് ആണ് ഇതിൽ കാണിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് കൊടുത്തത് അത് അല്ലെങ്കിൽ ഓരോരോ റോ വൈസ് കാണിക്കും. B2B, B2C, പിന്നെ HSN ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് അതെല്ലാം ഇതിൽ റോ വൈസ്, അതിൽ എത്ര ഇൻവോയ്സ് ഉണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഇതിൽ ക്ലിയർ ആയിട്ട് കാണിക്കും. ഇപ്പൊ എനിക്ക് ക്ലയൻസിന്റെ ഡീറ്റെയിൽസ് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് അത് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. അതൊക്കെ എല്ലാം എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ജനറേറ്റ് ഫയലിനുള്ളത് എനേബിൾ ആയിട്ട് കിട്ടും. അതിപ്പോ റെക്കോർഡ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഡിസേബിൾ ആയിട്ട് കാണിക്കുന്നത്. അത് എനേബിൾ ആയി അത് ക്ലിക്ക് ചെയ്താല് നിങ്ങൾക്ക് JSON ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് കിട്ടും. നെക്സ്റ്റ് പേജിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എവിടെയാണോ JSON ഫയൽ ഡൗൺലോഡ് ചെയ്യേണ്ടത് ആ ഫയലിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക. പിന്നെ അതിനുശേഷം നിങ്ങൾ ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയാണ് ഓഫ്ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ്. അതായത് ഈ റിട്ടേൺ ഫയൽ ചെയ്യാൻ, GSTR1 റിട്ടേൺ ഫയൽ ചെയ്യാൻ. പിന്നെ അതിനുശേഷം JSON ഫയൽ പ്രിപ്പയർ ആയതിനു ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ GST പോർട്ടൽ ഓപ്പൺ ചെയ്യുക. അതായത് gst.gov.in എന്ന പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. ഇതില് GST പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് റിട്ടേൺ ഡാഷ്ബോർഡിലേക്ക് പോവുക. അത് ഞാൻ നേരത്തെ GSTR1 റിട്ടേൺ എങ്ങനെ ഫയൽ ചെയ്യേണ്ടത് എന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. റിട്ടേൺ ഡാഷ്ബോർഡിൽ എങ്ങനെ പോകേണ്ടത്, അതിന്റെ പീരിയഡ്, മന്ത്, ക്വാർട്ടർ, ഫിനാൻഷ്യൽ ഇയർ എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ എന്റെ മുമ്പിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്ത് നോക്കാവുന്നതാണ്. എന്നിട്ട് അതിൽ സെർച്ച് കൊടുക്കുക. എങ്ങനെ പീരിയഡ് സെലക്ട് ചെയ്ത് സെർച്ച് കൊടുക്കേണ്ടത് പറഞ്ഞാൽ അതിൽ സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി കിട്ടും. ഇതിൽ ഫസ്റ്റ് വണ്ണില് ഡീറ്റെയിൽ ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ഓഫ് ഗൂഡ്സ് ഓർ സർവീസസ് GSTR1 ഉണ്ട്. അതില് പ്രിപ്പയർ ഓഫ്ലൈൻ, പ്രിപ്പയർ ഓൺലൈൻ ആൻഡ് പ്രിപ്പയർ ഓഫ്ലൈനിൽ രണ്ട് ഓപ്ഷൻ കാണും. പ്രിപ്പയർ ഓഫ്ലൈൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പേജ് നിങ്ങൾക്ക് കാണാം. ഇതില് ഇൻവോയ്സ് അപ്ലോഡിന് താഴെ ചൂസ് ഫയലിന് ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫയൽ ഏതാണോ നിങ്ങൾ സേവ് ചെയ്ത് അത് ഓപ്പൺ ആയി കിട്ടും. അതിൽ നിങ്ങൾ ഏത് ഫോൾഡറിലാണോ ആ JSON ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ JSON ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക. അപ്പൊ ഇതില് താഴെ ഇപ്പൊ ഇതിൽ കൊടുത്ത വാല്യൂവിന്റെ ഇൻവോയ്സ് അപ്ലോഡിന് താഴെ ഓപ്ഷൻ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡീറ്റെയിൽസ് കാണിക്കും വിത്ത് ടേബിളും ഇതൊക്കെ. ഇതിപ്പോ ഞാൻ എന്റെ ക്ലയന്റിന്റെ അക്കൗണ്ട് ആയതുകൊണ്ട് എനിക്ക് ആ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പൊ ഇതിൽ കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ കൊടുത്താൽ അത് കാണിക്കും. പിന്നെ അതിനെ വാലിഡേറ്റ് ചെയ്യുക. വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എറർ ഒന്നും ഇല്ലെങ്കിൽ എറർ ഫ്രീ ആയിട്ട് വാലിഡേഷൻ കംപ്ലീറ്റ് സക്സസ് ഓപ്ഷൻ ഇത് വരും, മെസ്സേജ് വരും. ഇപ്പൊ ഇൻ കേസ് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ആ എറർ കാണിക്കും. അപ്പോൾ അതിന്റെ എറർ റിപ്പോർട്ട് എന്താണോ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ജനറേറ്റ്
ജനറേറ്റ് എറർ റിപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ലിങ്ക് കാണും. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് ഒരു 15 to 20 മിനിറ്റ്സ് എടുക്കും. ആ 20 മിനിറ്റ്സിന് ശേഷമാണ് നിങ്ങൾക്ക് എറർ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുക. അതിന് ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് എറർ റിപ്പോർട്ടിന് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എറർ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് എടുത്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എന്താണോ മിസ്റ്റേക്ക് പറ്റിയത് എന്ന് വെച്ച് ചെക്ക് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്ത് എന്താണോ മിസ്റ്റേക്ക് അത് റെക്ടിഫൈ ചെയ്ത് പിന്നെ പ്രീവിയസ്ലി ഞാൻ കാണിച്ച പോലെ GST ഓഫ്ലൈൻ ടൂളിൽ പോയിട്ട് അതേ ഡീറ്റെയിൽസ് ആ B2B എന്താണോ ഫയൽ B2Bയിലോ B2Cയിലോ എന്താണ് എറർ ഉള്ളത് അതൊന്നും കൂടി അപ്ലോഡ് ചെയ്തിട്ട് പിന്നെയും JSON ഫയലിലേക്ക് ജനറേറ്റ് ഫയൽ കൊടുത്ത് JSON ഫയലിലേക്ക് കൺവേർട്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് പിന്നെ ഒന്നും കൂടി ഇതിൽ GST പോർട്ടലിൽ പോയി ഡാഷ്ബോർഡിൽ പോയി അതായത് റിട്ടേൺ ഡാഷ്ബോർഡിൽ പോയി പീരിയഡ് സെലക്ട് ചെയ്ത് പ്രിപ്പയർ ഓഫ്ലൈൻ കൊടുത്തിട്ട് ചൂസ് ഫയൽ കൊടുത്ത് അപ്ലോഡ് ചെയ്യും. ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രൊസീജിയർ പിന്നെ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യണം. അപ്ലോഡ് ചെയ്ത് വാലിഡേറ്റ് ചെയ്യണം. പിന്നെ വാലിഡേറ്റ് സക്സസ് ആവണ വരെ നിങ്ങൾ അത് പ്രോപ്പർ ആയിട്ട് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ട് കൊടുത്താൽ മാത്രമേ ആവുള്ളൂ. അല്ലെങ്കിൽ അത് എറർ കാണിച്ചുകൊണ്ടേയിരിക്കും. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വാലിഡേഷൻ സക്സസ് എന്നൊരു മെസ്സേജ് കിട്ടും. അപ്പോൾ ഇതിൽ ബാക്ക് ടു ഫയൽ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട്. അതിൽ ബാക്കിൽ പോയിട്ട് പിന്നെ പീരിയഡ് അപ്പോൾ റിട്ടേൺ ഡാഷ്ബോർഡിൽ എത്തും. പിന്നെ പീരിയഡ് ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് പ്രിപ്പയർ ഓൺലൈൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതുപോലത്തെ പേജാണ് അപ്പൊ കിട്ടുക. ഇതില് ഇപ്പൊ ഞാൻ ബ്ലാങ്ക് ഡീറ്റെയിൽസ് ആണ് കാണുന്നത്. ഇപ്പൊ ഞാൻ അതിലെ ഡീറ്റെയിൽസ് ഞാൻ എൻറ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ബ്ലാങ്ക് ആണ് കാണിക്കുന്നത്. നിങ്ങൾ ഡീറ്റെയിൽ എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ അത് ഇതില് കാണും. ഈ B2B ഫസ്റ്റ് ടാബിൽ ഇപ്പൊ 0 എന്ന് കാണിക്കുന്നത് ഞാൻ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാത്ത കൊണ്ട് 0 ആണ് കാണിക്കുന്നത്. നിങ്ങൾ അത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്ര ഇൻവോയ്സ് ആണോ നിങ്ങൾ എൻറ്റർ ചെയ്തിട്ട് ഇൻവോയ്സ് നമ്പർ ഇവിടെ കാണിക്കും. അതേപോലെ തന്നെ B2C ലാർജ് എക്സ്പോർട്ട് ഇൻവോയ്സ് നിങ്ങൾ എന്തൊക്കെയാണോ ഓരോ ടാബിലും എത്ര നമ്പർ ഓഫ് ഇൻവോയ്സ് ആണ് നിങ്ങൾ എൻറ്റർ ചെയ്തിട്ടുള്ളത് ആ നമ്പർ ഓഫ് ഇൻവോയ്സ് ഇവിടെ കാണിക്കും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ പോയിട്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യണമെങ്കിൽ വെരിഫൈ ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. നിങ്ങൾ എൻറ്റർ ചെയ്തിരിക്കാൻ വാല്യൂ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ വേണമെങ്കിൽ ക്രോസ് വെരിഫൈ ചെയ്യണമെങ്കിൽ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രോസ് വെരിഫൈ ചെയ്യാം. അതിനുശേഷം ഈ താഴെയുള്ളത് ഈ അമെൻഡഡ് റെക്കോർഡ് ഡീറ്റെയിൽസിനുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അമെൻഡ് ചെയ്യാനുള്ളത് താഴെ സ്ക്രോൾ ചെയ്താൽ ഈ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതൊക്കെ കാണാം. ഇപ്പൊ B2Bയിൽ എന്തെങ്കിലും ഇൻവോയ്സ് പ്രീവിയസ് ഫയൽ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അമെൻഡ് ചെയ്യാൻ, പിന്നെ B2C ലാർജ് എക്സ്പോർട്ട് ഇൻവോയ്സ് B2C ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് നോട്ട് അത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അമെൻഡ് ചെയ്യാനുള്ളത് പെർട്ടിക്കുലർ ടാബിന്റെ താഴെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് അമെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിനുശേഷം താഴെ ജനറേറ്റ് സമ്മറിയിൽ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് ആസ് യൂഷ്വൽ ഞാൻ GST1 റിട്ടേൺ ഫയൽ എങ്ങനെ ചെയ്യാൻ ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് അതിന്റെയൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്ത ബാക്കിയുള്ള സ്റ്റെപ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കാണാം. ഇപ്പൊ വീഡിയോ ലെങ്ത് ഞാൻ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോന്റെ ലെങ്ത് കൂട്ടുന്നില്ല. ഇത് ജനറേറ്റ് സമ്മറിന് കൊടുത്തിട്ട് ബാക്കിയുള്ള സ്റ്റെപ്സ് ആസ് യൂഷ്വൽ നിങ്ങൾ ഓൺലൈനിൽ GST1 റിട്ടേൺ എങ്ങനെയാണോ ഫയൽ ചെയ്യാം അതുപോലെ ചെയ്യാം. GST1 റിട്ടേൺ എങ്ങനെ ഫയൽ ചെയ്യേണ്ടതിനെ പറ്റി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് റെഫർ ചെയ്ത് നോക്കിയിട്ട് ബാക്കിയുള്ള സ്റ്റെപ്സ് പ്രൊസീഡ് ചെയ്താൽ മതി. ഞാൻ വെറുതെ അൺനെസറി ആയിട്ട് പറഞ്ഞിട്ട് വീഡിയോന്റെ ലെങ്ത് കൂട്ടുന്നില്ല. അപ്പോൾ ഇതാണ് GSTR1 ഓഫ്ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള പ്രൊസീജിയർ. നിങ്ങൾക്ക് GSTയെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസൾട്ടേഷൻ ആവശ്യമുണ്ട്, GST പുതിയ രജിസ്ട്രേഷൻ എടുക്കാനോ റിട്ടേൺ ഫയൽ ചെയ്യാനോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും GSTയെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായിട്ട് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഞാൻ എൻ്റെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ആ നമ്പർ വാട്സപ്പ് നിങ്ങളുടെ ക്വയറീസ് എന്താണോ അത് നോക്കിയിട്ട് അതിനുള്ള റിപ്ലൈ ഞാൻ തരും. ഇൻ കേസ് അത് ലെങ്തി ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യും. ആ പെർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾ വന്നാലും ഓൺലൈനിൽ വന്നാലും എന്താണ് നിങ്ങളുടെ ക്വയറീസ് അതിനുള്ള ആൻസർ ഞാൻ നിങ്ങളുടെ ക്വയറീസിനുള്ള ആൻസർ ഞാൻ പറഞ്ഞു തരും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.